PG പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ SI ആയിരുന്ന PM രതീഷിനെ പിന്തുണച്ച കേസിലെ ആദ്യ പരാതിക്കാരൻ പാലക്കാട് സ്വദേശി ദിനേശ് തന്നെ മർദ്ദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് PG സ്റ്റേഷനിലെ പോലീസുകാർ ഹോട്ടൽ ജീവനക്കാരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. PG SI രതീഷ് തന്നെ സഹായിച്ചു. മണ്ണുത്തി CI ഷുക്കൂർ ക്രൂരമായി ഉപദ്രവിച്ചു. ലെവിൻ K വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, ഏതായാലും SIക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേസിലെ ആദ്യ പരാതിക്കാരൻ. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നേരത്തെ ഈ പരാതിയിന്മേൽ ഉന്നയിച്ച കാര്യങ്ങൾ ഇതൊക്കെ നേരെ എതിർവശമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പരാതിക്കാരനായിട്ടുള്ള ഈ കേസിലെ ആദ്യ പരാതിക്കാരനായ പാലക്കാട് വണ്ടാഴി സ്വദേശിയായിട്ടുള്ള ദിനേശിന്റേതായിട്ടുള്ള പ്രതികരണം. അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുൻപാണ് നമ്മളോട് സംസാരിച്ചത്. വീണ്ടും നമ്മളുമായി അദ്ദേഹം സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പരാതിയിന്മേൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്നുള്ളത്, അതായത് ഈ ഹോട്ടൽ ഉടമയായിരുന്ന PGയിലെ പട്ടിക്കാട്ടെ ഹോട്ടൽ ഉടമയായിരുന്ന ഔസേപ്പ് ഉന്നയിച്ച ആരോപണങ്ങൾ പോലീസുകാരുടെ സഹായത്തോടു കൂടി ഇയാൾ കൈക്കൂലി പണമായ 5 ലക്ഷം രൂപ വാങ്ങി. അതോടൊപ്പം തന്നെ അതിൽ 5 ലക്ഷത്തിൽ 3 ലക്ഷം രൂപ പോലീസുകാർക്ക് നൽകാനാണ് എന്നുള്ളതായിരുന്നു തന്നെ അറിയിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ഇയാൾ അടക്കമുള്ള ആളുകളെ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചിട്ടില്ല എന്നും ഔസേപ്പ് അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് ആദ്യം പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പാലക്കാട് വണ്ടാഴി സ്വദേശിയായിട്ടുള്ള കേസിലെ ആദ്യ പരാതിക്കാരനായ ദിനേശ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഔസേപ്പിന്റെ വാദങ്ങളെ തള്ളുന്നതാണ്. ഒപ്പം PGയിലെ SI ആയിരുന്ന PM രതീഷിനെ പിന്തുണച്ചുമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഔസേപ്പ് പറഞ്ഞത് ഇയാളെ ഹോട്ടലിൽ വെച്ച് ജീവനക്കാരും തല്ലിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയാണ് പരാതി നൽകിയത്. പക്ഷേ ആ പരാതിയിൽ തെളിവില്ലാത്തതിനെ തുടർന്ന് ആ കേസ് റദ്ദാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കേസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇയാളെ ഹോട്ടലിൽ വെച്ച് തല്ലിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റാണെന്നും തന്നെ ക്രൂരമായി ഈ ഹോട്ടൽ ജീവനക്കാർ ഔസേപ്പിന്റെ ഹോട്ടൽ സ്റ്റാഫ് ചേർന്ന് മർദ്ദിച്ചെന്നുമാണ് ഇയാൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മർദ്ദിച്ചത് മനസ്സിലാക്കിയാണ് PGയിലെ SI ആയിരുന്ന PM രതീഷ് ഈ കേസിൽ ഇടപെടുകയും ഈ കേസും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പിന്നീട് ഹോട്ടൽ ഉടമ തന്നെ സമവായത്തിന് ശ്രമിച്ച് തൻ്റെ പരാതി റദ്ദാക്കിയാൽ തനിക്ക് ഹോട്ടലിൽ ഒരു ജോലി തരാം, ചികിത്സാ ചെലവുകൾ നിർവഹിക്കാം എന്നുള്ള ഉറപ്പ് നൽകി. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ കേസ് പിൻവലിക്കാൻ തയ്യാറായത് എന്നുള്ളത് പറയുന്നു. അത് രേഖാമൂലം എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ആ തെളിവുകൾ താൻ ശേഖരിച്ച് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പണം നിർബന്ധിച്ച് തന്നെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും തൻ്റെ കാറിൽ വെച്ച് ഈ ഹോട്ടൽ ഉടമയായിട്ടുള്ള ഔസേപ്പും മറ്റുള്ള ആളുകളും ചേർന്ന് തൻ്റെ കാറിൽ കയറി ഈ പണം ആദ്യം കാറിലേക്ക് മാറ്റിയെങ്കിലും CCTV ദൃശ്യങ്ങൾക്ക് മുൻപിൽ വെച്ച് പണം കൈമാറി. അതിനുശേഷം ആ പണവും എത്തി ഇവർ തന്നെ തൻ്റെ കാറിൽ കയറിയതിനു ശേഷം ഈ പണം എടുത്ത് അവർ തന്നെ മടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SI കേസിൽ ഇടപെട്ടത്. ദിനേശ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ദിനേശ്, ഈ കേസിൽ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? കേൾക്കാമോ ദിനേശ്? കേൾക്കുന്നു. എന്റെ പെങ്ങളൊക്കെ പറഞ്ഞോളൂ. പെങ്ങൾക്ക് ഗർഭം അതിർത്ത് മുഴയായിട്ട് മിഷൻ ആശുപത്രിയിൽ ഓപ്പറേഷൻ ആയിരുന്നു അന്ന് ദിവസം. ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണോ പറയുന്നത്? സംസാരിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ ചോദിക്കുന്നു. കേൾക്കാം, പറഞ്ഞോളൂ. അന്നേരം ഞങ്ങള് 1:30-2:30 ബിരിയാണി കഴിക്കാനായിട്ട് ലാലിസ് ഹോട്ടലിൽ കയറി. കഴിച്ചതിന് ശേഷം ബിരിയാണി ഞങ്ങൾക്ക് തന്ന ബിരിയാണി അതില് ചിക്കൻ വെന്തിട്ടില്ല. ഞാൻ നല്ലൊരു കുക്കാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. ഞാൻ കുക്കിംഗ് ആണ്. ചിക്കൻ വെന്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാക്ക് ചെയ്ത് തന്നുള്ളത് പറഞ്ഞു. ആ പാക്ക് ചെയ്ത് തന്നിട്ട് അത് വലിച്ചെറിയുന്ന, എനിക്ക് വെളിയിൽ കൊണ്ടുകൊണ്ട് വലിച്ചെറിഞ്ഞ തന്ന ഫോട്ടോസ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അവരോട് ഫുള്ള് കഴിച്ചൊന്നുമില്ല. അവര് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി എനിക്ക് പാർസലാക്കി തരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ബിരിയാണിക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു ഭാഗത്തോണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പൈസയും കൊടുത്ത് ബില്ല് പേ ചെയ്ത് പുറത്ത് വന്നപ്പോൾ എന്നാ രോഷമായിട്ട് തെറി പറഞ്ഞു. അത് അസഭ്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അസഭ്യം പറഞ്ഞു, ഞാൻ ബില്ലാന്നില്ലേ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുക്ക് വന്നു. അതിൻ്റെ പിന്നെ ഒരു 5-6 ആളുകൾ കൂടി വന്ന് എന്നെ ചുറ്റും വളഞ്ഞു ഇടുക്കിയായിരുന്നു.
ഒരിക്കലും ആ ബിരിയാണി തന്നിട്ട് പോയാൽ മതി. ആ ബിരിയാണി എൻ്റെ വായിൽ കുത്തിത്തിരിയുന്ന വിഷുവിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തള്ളി മാറ്റത്തില്ല, എനിക്ക് വേറെ നിവൃത്തിയില്ല. അവരെന്നെ ഇടിക്കാനും വരുന്ന സീനൊക്കെ അവിടെ മറ്റേ. അപ്പോൾ നിങ്ങൾ ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്താണ് ദിനേശ്? ചാടി അപ്പുറത്ത് പോലീസുകാർ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഇഞ്ചക്ഷനൊക്കെ ഇട്ട് എനിക്ക് 2 മരുന്നൊക്കെ തന്നു. എന്നിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ പരാതി കൊടുത്തപ്പോൾ SI പറഞ്ഞു അവിടുത്തെ CCTV പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ചപ്പോ അവരപ്പോഴേക്കും അവിടുന്ന് ഇവര് വിളിച്ചു വരുത്തി. ഇവിടെ വരുമോ പറഞ്ഞപ്പോ ദിനേശൻ അവിടെ മേശയൊക്കെ തല്ലി പൊളിച്ചിട്ടൊക്കെ എന്നിട്ട് അവരൊരു പരാതിയായിട്ട് വന്നു. അന്ന് നോക്കിയപ്പോ അവരൊന്നും ഞാൻ എന്നെ അറിഞ്ഞ് എന്നെ തല്ല ആ വിഷ്വൽ കണ്ടപ്പോ ആ CI അവരടുത്ത് ചോദിക്കുന്ന സീനാണ് ആ സീന്. എന്നെ അടിച്ചു ഇടിക്കുന്ന ഭാഗം അതിൽ കാണിക്കുന്നതുകൊണ്ടാണ് ആ SI അവിടെ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് CI മണ്ണൂത്തിലെ CI എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അതിരൂക്ഷമായി തെറി പറഞ്ഞ് എൻ്റെ വീട്ടിലെ അലമാരയൊക്കെ തല്ലി പൊളിച്ച് അലമാരൊക്കെ തുറന്ന് 5 ലക്ഷം റുപ്യ എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു 5 ലക്ഷം വാങ്ങിച്ചിട്ടില്ല, എനിക്ക് 5000 റുപ്യാണ് തന്നത്. അത് ഹൗസ് സ്റ്റോപ്പ് എഴുതി അവിടെ ഒപ്പിട്ട ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ കൈ തൊഴുത് പറയണ്ട, എനിക്ക് പണം വേണ്ട ജോലി മതിയെന്ന്, നീ ഇത് പിടിക്കടാ ഞാൻ മറ്റോടെ അയാൾ പറയുന്നുണ്ട്. റെക്കോർഡുകളിൽ പിന്നെ ഇവർ എൻ്റെ കാറിൽ തന്നെ കയറി വന്നത്. കാരണം തൊട്ടടുത്ത് ആ രണ്ടാമത്തെ വളവ് കഴിഞ്ഞതും ഒരാളവിടെ നിൽക്കേണ്ട കവർ അവരുടെ കയ്യിൽ കൊടുത്തു. എന്താ ഉദ്ദേശം എന്തായിരുന്നു ദിനേശ്? മണ്ണൂത്തിരി CI പറഞ്ഞു നീ ഇത് ഏറ്റെടുത്തോ, നിന്നെ വെറുതെ വിട്ടാക്കാ പറഞ്ഞു. എന്നിട്ട് എന്നെ അടിച്ചു, ചെവിക്കല്ലടിച്ച്. ആദ്യത്തെ അടിയിൽ ഞാൻ അനങ്ങിയില്ല, 2ാമത്തെ അടിയിൽ ഞാൻ അനങ്ങിയില്ല, 3ാമത്തെ പറഞ്ഞിരിക്കുന്നത് പൈസ എടുത്തെന്ന് പറഞ്ഞു, നിന്നെ വെറുതെ വിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാത്തതിന് എന്തിനും ഞാൻ നുണ പറയണ്, വാങ്ങിക്കാത്ത തുകയ്ക്ക് എന്തിനും. അപ്പൊ ഹൗസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട്. എവിടെന്ന് കാശ് വാങ്ങിച്ചു? ഏത് കാശ്? വീട്ടിൽ 5 ലക്ഷം വാങ്ങിച്ചു എന്ന് പറയുന്നു. ഔസേപ്പിന്റെ അടുത്തുനിന്ന് നിങ്ങൾ 5 ലക്ഷം വാങ്ങിച്ചു എന്ന് നിങ്ങൾ സമ്മതിക്കണമെന്ന് പറഞ്ഞു അല്ലേ? ചെവിക്കല്ലടിച്ച് ചെവിക്കല്ല് കൂടി ചോര വന്നു. അതൊക്കെ അവിടുത്തെ CCTV ദൃശ്യങ്ങള് മനുഷ്യാവകാശ കമ്മീഷൻ സാറിനോട് ചോദിച്ചാൽ അത് കിട്ടും. എന്നെ തല്ലുന്ന സീന്, എന്നെ അടിച്ച് നിലത്തിട്ട് അയാളുടെ ഷൂട്ട കാലുകൊണ്ട് എന്നെ ചവിട്ടി ഞെരിച്ച് ഹൗസ് സ്റ്റോപ്പും ആ ഡ്രൈവറും അവിടെ നിന്ന് തിരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വാവിട്ട് കരയായിരുന്നു. എന്നിട്ട് എന്നെ അടിവസ്ത്രം ഫാൻ്റൊക്കെ ഊരി അടിവസ്ത്രം മാത്രം ഇട്ട് എന്നെ ജയിലിലിട്ടവര്. എത്ര ദിവസം അങ്ങനെ ജയിലിൽ കഴിയേണ്ടി വന്നു? അന്ന് വൈകുന്നേരത്തെ തന്നെ കൊണ്ടുപോയിട്ട് വിയൂരിലൊരു ജയിലിൽ വിയൂരിപ്പുറത്ത് മനുഷ്യന്മാർക്ക് ഫോട്ടോ ഒക്കെ കാണാൻ മാത്രം അടിവസ്ത്രം മാത്രം ഇട്ട് അന്ന് ഫുള്ള് എന്നെ അവിടെ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ എന്നെ 10 മണിക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ അപ്പോഴേക്കും ഇവര് അടിയും പിന്നെ ഇടിക്കാനൊക്കെ വന്ന് നെങ്ങത്തൊക്കെ ഇടിക്കാൻ വന്നു തന്നെ. അപ്പൊ ഇത് സമ്മതിച്ചൂടെ നിൽക്കുന്നവർ എന്റെ പേരിലെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ ദിനേശ്? എന്റെ കാത് പൊട്ടി ജയിലിൽ വെച്ച് എനിക്ക് അതികഠിനമായിട്ട് വേദനയായിരുന്നു. മണ്ണുത്തി CIക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് തെളിവൊക്കെ അവിടെ ഉണ്ട്. അവിടുന്ന് എന്റെ കാത് വീങ്ങിയത് ബ്ലഡ് വന്നൊക്കെ നോക്കി ധാരങ്ങനെ അടിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു CI ആണെന്ന് പറഞ്ഞു. അത് ക്രൂരമായിട്ട് നിങ്ങളെ തല്ലിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു പരാതി. ആ പരാതി മജിസ്ട്രേറ്റിലേക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അത് മജിസ്ട്രേറ്റ് നേരിട്ട് കേസെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോ എവിടെയാണ് ഉള്ളതെന്ന് അറിയോ? എനിക്കറിയില്ല. ഓക്കെ, ആ പരാതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കപ്പെട്ടതായി അറിയോ? അന്വേഷണം നടക്കുന്നതായിട്ട് അറിയുമോ? കേസിന് തന്നെ 1-2 പ്രാവശ്യം വിളിച്ചു. പിന്നെ എനിക്ക് ഈ കാതടിച്ച് പൊടിച്ച് ചോര വന്ന് അവിടെ ഓപ്പറേഷൻ ചെയ്ത് ആ ഭാഗമൊക്കെ നോക്കിയപ്പോൾ ക്യാൻസറിന്റെ ഒരു ഇതാണ്. എനിക്ക് ട്യൂമർ അടിച്ച് ഇവരെല്ലാവരും ഒരു ഭാഗത്ത് തന്നെ അടിച്ച തല എനിക്ക് ഹീറോവെല്ലത്തിന്റെ പ്രശ്നം വന്ന് ഞാൻ മാസങ്ങളോളം ജോലിക്ക് പോകാൻ പറ്റണ്ടായി. ശരി, ദിനേശ് വ്യക്തമാകുന്നുണ്ട്. ദിനേശ് അനുഭവിച്ച മർദ്ദനത്തെ കുറിച്ചാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. മണ്ണുത്തി CI ആണ് അദ്ദേഹത്തെ ഈ രീതിയിൽ ഉപദ്രവിച്ചത്, കയ്യേറ്റം ചെയ്തത്, ദേഹോപദ്രവം ഏൽപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം ഇപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ട് എന്നും വ്യക്തമാവുകയാണ്. ഏതായാലും ഈ കേസിൽ അദ്ദേഹം നിയമ പോരാട്ടത്തിലാണ് ഉള്ളതിപ്പോൾ.